ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തരമാറ്റിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് ഐസ്ക്രീം കഴിച്ചിട്ട് അവന് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഇൻഹേലർ എടുക്കുമ്പോൾ അതിൽ മരുന്ന് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ആദർശിനെയും കൊണ്ടിട്ട് നമ്മുടെ നയന ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം. അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം. അങ്ങനെ ആദർശ് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിലൊരു ബൗളിൽ നിറച്ച് ഐസ്ക്രീം ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആർത്തിയോടെ ആദർശ് അതെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നയനയ്ക്ക് അറിയില്ല അവനത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവൻ ആ ബൗളിലുള്ള ആസ്വദിച്ച് കഴിക്കുകയാണ് ഐസ്ക്രീം മുഴുവനായിട്ടും തന്നെ. അപ്പോൾ അവളതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട് നയന. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവർ റൂമിലേക്ക് പോയി കിടക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ കാണാനായിട്ട് ഗോവിന്ദൻ വന്നിരിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛാ ഈ രാത്രിയായിട്ടും ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ, അച്ഛൻ്റെ ഭക്ഷണം കഴിക്കണ്ടേ, സമയത്ത് ഉറങ്ങണ്ടേ, അച്ഛന് വയ്യാത്തതല്ലേ, അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിൽക്കണ്ട എന്നുള്ളൊരു കാര്യം പറയുകയാണ് നന്ദു. അപ്പോൾ പറയുന്നുണ്ട്, നാളെ കോടതിയിലേക്ക് വന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാനാണോ ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേന്ന് പറയുകയാണ്. എന്തൊരു കാരണവശാലും ഈ ഒരു കാര്യം നയന ചേച്ചി അറിയരുതെന്നും കൂടി പറയുന്നുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് എന്നെ എന്തായാലും പുറത്തിറക്കാനായിട്ട് വരും, അതേപോലെ കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ചേച്ചി ഈ കാര്യം അറിയണ്ടെന്ന് നന്ദു ഗോവിന്ദനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയായപ്പോൾ താഴെ നയനയും ബെഡിൽ ആദർശം കിടക്കുകയാണ്. ആ സമയം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആദർശിന് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അവന് ശ്വാസതടസ്സം അനുഭവപ്പെട്ട് തുടങ്ങിയപ്പോൾ ഒന്ന് വിളിക്കാൻ കൂടെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ ഒരു സമയം നയനനെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയം തൊട്ടടുത്തിരുന്ന് തലോണ എടുത്തിട്ട് നയനയുടെ മേത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാതെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് ആദർശ് ശ്വാസം കിട്ടാതെ പിടയുന്നതാണ്. അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ നയന ഓടിച്ചെല്ലുകയാണ് അവൻ്റെ അടുത്തേക്ക്. എന്നിട്ട് എന്ത് പറ്റി ആദർശേട്ടാന്ന് ചോദിച്ചിട്ട് നെഞ്ചൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഇൻഹേലർ എടുത്തിട്ട് വരാനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ നയന ഓടിച്ചെന്നിട്ട് അലമാരയിൽ എല്ലായിടത്തും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം തപ്പിയതിന് ശേഷം മാത്രം ആദർശിൻ്റെ മരുന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ നേരെ തന്നെ ആദർശിൻ്റെ അടുത്തേക്ക് ആ ഇൻഹേലറും കൊണ്ട് വരികയാണ്. അങ്ങനെ ആദർശിന് കൊടുക്കുമ്പോൾ ആദർശം ഒന്നത് കുടഞ്ഞു നോക്കിയിട്ട് ഇൻഹേൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പലവട്ടം നോക്കിയിട്ടും അത് നടക്കുന്നില്ല. അപ്പോൾ ആദർശിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് നയന അടിച്ചു നോക്കുമ്പോൾ കാണുന്നത് അതിലെ മരുന്നെല്ലാം തീർന്നിരിക്കുന്നതാണ്. അപ്പോൾ ആദർശിൻ്റെ നില ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഗുരുതരമാവുമെന്ന് മനസ്സിലാക്കിയ നയനയാണെന്നുണ്ടെങ്കിൽ ആദർശിനെയും പിടിച്ചുകൊണ്ട് നേരെ വീടിൻ്റെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും ഗുരുവായൂർ പോയിരിക്കുന്നത് കാരണം വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ തന്നെ പോയിട്ട് സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്നിട്ട് ഡ്രൈവറെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ എല്ലാവരും ഗുരുവായൂർക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ പരിചയമുള്ള ആരെങ്കിലും വിളിക്കുമോ വണ്ടി ഓടിക്കാനായിട്ട് അറിയുന്നവരെന്ന് ചോദിക്കുമ്പം അങ്ങനെ ആരെയും വിളിച്ചിട്ടും ആ രാത്രി ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരു സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്കൂട്ടർ കാണുന്ന നയനയാണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, ഒരു കാര്യം ചെയ്യൂ, സ്കൂട്ടറിൻ്റെ ചാവി തായൂ, അതേപോലെ എന്തെങ്കിലും ഉണ്ടോ, എന്തോ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദർശേട്ടനെ എൻ്റെ മേലൊന്ന് കൂട്ടിക്കെട്ടി തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ആ സെക്യൂരിറ്റി അപ്പം തന്നെ ആദർശിനെ നയനയുടെ മേലുമായിട്ട് കയ്യിൽ കൊണ്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് നയന ആദർശിനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഒന്നുമില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദർശിനെയും കൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിയുടെ സഹായത്തോടു കൂടി തന്നെ ആദർശിനെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടേക്ക് ഒരു സ്ട്രെച്ചറും കൊണ്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആദർശിനെ നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പ്രാഥമികമായ ചികിത്സകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നയനയുടെ അടുത്ത് റിസപ്ഷനിലേക്ക് ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അങ്ങോട്ട് പോകേണ്ടത്, ഇവിടെയല്ലേ നിൽക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ തൻ്റെ കാര്യമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, റിസപ്ഷനിലേക്ക് ചെല്ലാനായിട്ട് പറയുകയാണ്. അങ്ങനെ റിസപ്ഷനിൽ ചെന്നപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് പറയുകയാണ്, അത്യാവശ്യമായിട്ട് 20,000 രൂപ കെട്ടിവെച്ചാൽ മാത്രമേ തുടർന്നുള്ള ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും അത്യാവശ്യ ഘട്ടത്തിൽ ആദർശിൻ്റെ മൊബൈൽ എടുക്കാനോ പൈസ എടുക്കാനോ നയന മറന്നു പോയിരിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചികിത്സ നടത്തിക്കോളൂ, പൈസ ഞാൻ എത്തിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഞങ്ങളുടെ പോളിസിയാണ്, ഞങ്ങൾക്ക് പൈസ കിട്ടിയതിന് ശേഷം മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ മൂർത്തിയുടെ കൊച്ചുമകനാണ്, അതുകൊണ്ട് പൈസയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങളത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് അതൊന്നും പറ്റില്ല, പൈസ കിട്ടിയാൽ മാത്രമേ സാധിക്കുള്ളൂ, കാരണം പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് ഇദ്ദേഹം, അപ്പോൾ ഇദ്ദേഹം ചികിത്സിക്കുന്നുണ്ടെങ്കിൽ 20,000 രൂപ കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നേരെ തന്നെ നയന ആ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ ചോദിക്കുകയാണ് പൈസ കിട്ടിയോന്ന്.
അപ്പം നയന പറയുന്നുണ്ട് പൈസ ഞാൻ എപ്പോഴായാലും എത്തിച്ചു തരാം, പക്ഷേ ഏറ്റവും ഫസ്റ്റ് രോഗിയെ രക്ഷിക്കാനായിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ വിസമ്മതിക്കുകയാണ്. ഞാനൊരു വേറൊരു കേസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, ആ സമയത്താണ് നിങ്ങളുടെ കേസ് ഏറ്റെടുക്കേണ്ടി വന്നത്. അപ്പം നിങ്ങൾ പൈസ കെട്ടിയില്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ നയന അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ജീവൻ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ പൈസയല്ല. നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ നാളെ തന്നെ എത്തിക്കാമെന്നൊക്കെ പറഞ്ഞ് നയന അയാളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അതിനൊന്നും തയ്യാറാകുന്നില്ല. അപ്പം നമ്മുടെ ആദർശിൻ്റെ നിലയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസമൊന്നും കിട്ടാതെ ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.